നമ്മുടെ വാഹനം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് മുസ്ദലിഫയിലേക്കാണ്. അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പടച്ച തമ്പുരാൻ പറഞ്ഞു, فَإِذَا أَفَلْتُم مِّنْ عَرَفَاتٍ فاذكروا الله عند المشعر الحرام واذكروه كما هداكم وإن كنتم من قبله لمن الضالين ثم أفيضوا من حيث أفاض الناس واستغفروا الله إن الله غفور رحيم. അറഫയിൽ നിന്ന് ഇബാദത്തുകളൊക്കെ ചെയ്ത് പിരിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ ഒഴുകുന്ന ദിശയിലേക്ക് നിങ്ങളും ഒഴുകുക. അതൊരു വല്ലാത്ത ഒഴുക്കാണ്. അതൊന്ന് കാണേണ്ട അത്ഭുതമാണ്. അതിൽ ഭാഗഭാക്കാവാൻ അല്ലാഹു നമുക്കും തൗഫീഖ് തരുമാറാവട്ടെ. അറഫയിൽ നിന്ന് പിരിഞ്ഞു കഴിഞ്ഞാൽ നേരെ മുസ്ദലിഫയിലേക്കാണ് വന്നത്. മുസ്ദലിഫയിലേക്ക് വരണം. മുസ്ദലിഫയിലെ മസ്ജിദ് മശ്അറുൽ ഹറാമാണ് നമ്മുടെ ബസിന്റെ മുൻഭാഗത്ത് അങ്ങ് ദൂരെ കാണുന്നത്. ഹജ്ജിന്റെ ആ ദിവസങ്ങളിൽ മാത്രമേ ഇത് തുറക്കുകയുള്ളൂ. ആ ദിവസം ഇവിടെ ജനനിബിഡമായിരിക്കും. അറഫയിൽ നിന്ന് വരുന്ന ഹാജിമാർ ഇഹ്റാമിന്റെ വേഷത്തിൽ തൂവള്ള വസ്ത്രധാരണവുമായി ഈ മസ്ജിദ് മശ്അറുൽ ഹറാമിന്റെ പരിസരത്ത് വന്നിട്ട് ഇങ്ങനെ തമ്പടിക്കും. അള്ളാഹുവിന് ദിക്ർ ചൊല്ലും, ഇസ്തിഗ്ഫാർ ചൊല്ലും, ദുആ ചെയ്യും. ഈ മുസ്ദലിഫയിൽ നിന്നാണ് ഹജ്ജിന്റെ ജമറാത്തിൽ എറിയേണ്ട കല്ലുകൾ പെറുക്കേണ്ടത്. ആ ഉയർന്നു കാണുന്ന കെട്ടിടങ്ങളൊക്കെ WC എന്നെഴുതിയതൊക്കെ 2 നില ബാത്റൂമുകളാണ്. ഒരു നില സ്ത്രീകൾക്കും ഒരു നില പുരുഷന്മാർക്കും. വലിയ സൗകര്യങ്ങളാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഓരോ വർഷവും കോടിക്കണക്കിന് റിയാലുകൾ മുതൽ മുടക്കിക്കൊണ്ട് സൗദി ഗവൺമെന്റ് വിപുലീകരണ പ്രവർത്തനങ്ങൾ പലതും നടത്തും. ഈ ആർച്ച് കവാടങ്ങളൊക്കെ മുമ്പില്ലാത്തതാണ്. ഈ കഴിഞ്ഞ വർഷം ഹജ്ജിന് തൊട്ട് മുമ്പ് നിർമ്മിച്ചതാണ്. ഇവിടുത്തെ നിർമ്മിതികളും അതേപോലെ പൊളിക്കുന്നതുമൊക്കെ അത്ഭുതമാണ്. കഴിഞ്ഞ വർഷം നിർമ്മിച്ചതല്ലേ ഈ വർഷം പൊളിച്ചാൽ വലിയ നഷ്ടം വരൂലേ എന്നൊന്നും ചിന്തിക്കില്ല. ആവശ്യമാണെങ്കിൽ 1 മാസത്തിന് മുമ്പ് നിർമ്മിച്ചതും പിറ്റേ മാസം പൊളിക്കും. എന്നിട്ട് പുതിയ നിർമ്മിതികൾ വരുത്തി തീർക്കും. മാഷാ അല്ലാഹ്. അള്ളാഹു ഹജ്ജിന്റെ ഇഹ്റാമോടുകൂടി ഈ പുണ്യമായ മണ്ണിൽ വന്ന് താമസിക്കാനും ഈ മുസ്ദലിഫയിൽ നിന്ന് കല്ല് പെറുക്കി ജംറയിൽ കൊണ്ടുപോയി എറിയാനും അള്ളാഹു നമുക്കും നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവർക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും അള്ളാഹു തൗഫീഖ് തരുമാറാവട്ടെ.